നല്ല ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. നന്നായിട്ടുണ്ടോ അമ്മ? ഹലോ, എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ നോയമ്പിൻ്റെ ആഴ്ചയിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഈസ്റ്ററൊക്കെ അടുത്ത് വരാറായി. ഈസ്റ്ററിൻ്റെ തലേ ആഴ്ച നമ്മൾ ഓശാന ഞായറാഴ്ച ആയിട്ടാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഓശാന ഞായറാഴ്ച നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് കോഴിക്കോട്ട ആൻഡ് പീച്ചാമ്പൊടി. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കോഴിക്കോട്ട ഉണ്ടാക്കുന്നതിലേക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന ഇടിയപ്പം പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഫില്ലിങ്ങിലേക്കായിട്ട് നമ്മൾ ഫ്രഷ് കോക്കനട്ട്, പിന്നെ ബെല്ലം എടുത്തിട്ടുണ്ട്, ഒരു 4-5 അച്ച് എടുത്തിട്ടുണ്ട്, പിന്നെ അതിലിടുന്നതിന് ചുക്കുപൊടി. ഇത്രയാണ് നമ്മൾ അതിലെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് പാപ്പ ഉണ്ടാക്കി തുടങ്ങാം. പാപ്പ ഉണ്ടാക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം അരിപ്പൊടി കുഴയ്ക്കുന്നതിലേക്കായിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുകയാണ്. ഞാൻ ഒരു 500 ml വെള്ളമാണ് തിളപ്പിക്കാനായിട്ട് വെക്കുന്നത്. അതിലേക്ക് നമ്മളൊരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു 1/2 കിലോ അരിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ വെള്ളം തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് ബെല്ലം ഉരുക്കാനായിട്ട് വയ്ക്കാം. ഇനി 4 അച്ച് ബെല്ലം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോഴിക്കോട്ടയിലേക്കായിട്ട് ഉള്ള വെള്ളം നമ്മൾ നന്നായിട്ട് ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളത് ഈ പൊടിയിലേക്ക് നമുക്കത് ഓഫ് ചെയ്യാം. എന്നിട്ട് പൊടിയിലേക്ക് നമ്മളത് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. നമുക്ക് കുറേശ്ശെയായിട്ട് ഈ തിളച്ച വെള്ളം ഈ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. അതിലേക്ക് ഞാനൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമുക്കത് നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. ഇനി നമുക്കിതൊന്ന് അല്പം മാറിയതിന് ശേഷം നമുക്കത് കുഴച്ച് ഉരുളകളാക്കി വയ്ക്കാം. അപ്പം നമ്മുടെ വെള്ളം ഒരുവിധം ചൂടാറി. ഇനി നമ്മളത് ഇങ്ങനെ കുഴച്ച് നമ്മളൊരു ഉരുള പോലെ ആക്കുകയാണത്. നമുക്കത് ഉരുളയാക്കിയത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പം നമ്മളത് ഉരുളയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഔട്ടർ കവർ ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ബെല്ലം ഏകദേശം നന്നായിട്ട് ഉരുകി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. അപ്പം ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുക്കിയ ബെല്ലം നമുക്ക് ഈ പാനിലേക്ക് അല്പം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കുറച്ച് വീഡിയോ ഉണ്ടാവും. നമ്മളതിലേക്ക് എടുത്തു വെച്ച നാളികേരം ഫ്രഷ് കോക്കനട്ടാണ്. നമ്മളത് അല്പം ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മളതിലേക്ക് ചുക്കുപൊടി വിതറി കൊടുക്കുകയാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചുക്കുപൊടിയോ അല്ലെങ്കിൽ ഏലക്കാപ്പൊടി ഇടാം, അല്ലെങ്കിൽ ജീരകം പൊടിച്ചിടാം. ഇതിപ്പോൾ ഞാനിവിടെ ചുക്കുപൊടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നമ്മൾ പണ്ടൊക്കെ നമ്മൾ അമ്മച്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരി വറുത്ത് പൊടിച്ചിട്ട് ആ പൊടി ലേശം ഇതിലേക്ക് ഇടും. കാരണം ഇതിന്ന് ഈ നാളികേരത്തിൻ്റെ നമ്മൾ ഈ ഫില്ലിങ് വെക്കുമ്പോൾ അത് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അതിൻ്റെ ശർക്കര നീര് പുറത്തേക്ക് വരും. അപ്പോൾ അത് വരാതിരിക്കാൻ അവർ അങ്ങനെയൊക്കെ ചെയ്യണ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളത് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. കാരണം അത് നമുക്ക് കൂടുതൽ ദിവസമൊന്നും ഇത് വെക്കില്ല. അതിപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത് നാളെ അവസാനിക്കുകയുള്ളൂ.
അപ്പോൾ നമ്മളെ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ തേങ്ങ അതിൽ കിടന്ന് നന്നായിട്ട് വിളയിച്ച് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അത് അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ബോളുകളായിട്ട് നമ്മൾ ഈ അരിപ്പൊടി ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്കത് നമ്മുടെ തള്ളവിരൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ നമ്മൾ ചുറ്റിയാണ് നമ്മളത് ഒരു ബാസ്ക്കറ്റ് പോലെയാണ് നമ്മൾ ആക്കുന്നത്. അതിൻ്റെ ഫില്ലിങ് അതിലേക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ട്. പോലെ ആക്കിയിട്ട് നമുക്ക് ഫില്ലിങ് അതിലേക്ക് നിറച്ച് കൊടുക്കാം. നമുക്കത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. കൊഴുക്കട്ട കണ്ട തിന്നണ നിനക്ക്? മാമ വേവിച്ചിട്ട് തരാട്ടാ. ഇത് നമ്മൾ വലിയ നോമ്പിൻ്റെ നമ്മൾ 50 നോമ്പാണ് നമുക്ക്. നമ്മൾ സീറോ മലബാർ റൈറ്റിൽ 50 ദിവസമാണ് നമുക്ക് നോമ്പ്. അപ്പം നമ്മൾ ആഷ് മൺഡേ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ 50 ദിവസം 50ാമത്തെ ദിവസമാണ് നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മൾ നോമ്പിൻ്റെ 40ാമത്തെ ദിവസമാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ഈ കൊഴുക്കട്ട. അത് നമ്മൾ ഓശാന ഞായറാഴ്ചയാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഐതിഹ്യങ്ങളാണ്. നമ്മളിതിപ്പോൾ കേട്ടത് നമ്മൾ ലാസറിൻ്റെ സഹോദരിമാർ മർത്ത മറിയം യേശു അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ യേശുവിന് ഉണ്ടാക്കി കൊടുത്ത ഒരു പലഹാരമാണ് ഇതെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. നമുക്കത് നമ്മുടെ ഈശോയുടെ പീഡാനുഭവത്തിനെ പറ്റിയൊക്കെ അനുസ്മരിക്കുന്ന പീഡാനുഭവത്തിൽ അന്ന് കുറേ കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ യേശു ക്രിസ്തു അനുഭവിച്ചു ആ പീഡാനുഭവത്തിൻ്റെ. അപ്പോൾ യേശുവിനെ എറിഞ്ഞ കല്ലുകൾക്ക് സദൃശ്യമാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മൾ ഓശാനയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ഈ കൊഴുക്കട്ടയും. നമ്മൾ പീച്ചാമ്പൊടി എന്ന് പറയും. പീച്ചാമ്പൊടി നമ്മൾ ഉണ്ടാക്കും. നമ്മളത് കാണിച്ചു തരാം അതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അനുസ്മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓശാന ഞായറാഴ്ച എല്ലാവരും ഇത് ഉണ്ടാക്കുന്നത്. ഇത് എല്ലാവരുടെ നാട്ടിലും ഇത് ഉണ്ടാവണം എന്നില്ല. അപ്പം നമ്മൾ സീറോ മലബാറുകാർ മിക്കവാറും എല്ലാവരും ഇത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മളുണ്ടാക്കിയ കൊഴുക്കട്ട നമ്മൾ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മളത് സ്റ്റീം ചെയ്തെടുക്കാൻ പോവാണ്. ഇനി നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. നമ്മൾ കുക്കർ അടയ്ക്കുമ്പോൾ നമ്മളതിൻ്റെ വിസിൽ മാറ്റിയിട്ട് വേണം നമ്മളത് അടച്ചു കൊടുക്കാൻ. അപ്പോഴാണ് നമുക്കത് നന്നായിട്ട് സ്റ്റീമായിട്ട് നമുക്കതൊരു 5 മിനിറ്റ് നമുക്കത് ആവി കയറാൻ വയ്ക്കാം ഹൈ ഫ്ലെയിമിൽ. നമ്മൾ ഈ കൊഴുക്കട്ട ഉണ്ടാക്കുന്നതോട് കൂടി തന്നെ നമ്മൾ കുറച്ച് പീച്ചാമ്പൊടിയും കൂടി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിലേക്കായിട്ട് നമ്മൾ സെയിം അരിപ്പൊടി തന്നെയാണ് എടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ചെറിയൊരു അരപ്പ് ചേർക്കുന്നുണ്ട്. ആ അരപ്പിലേക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അല്പം ഫ്രഷ് കോക്കനട്ടാണ്. അത് നമ്മൾ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് പിന്നെ അതിലേക്ക് നമ്മൾ അല്പം ചുവന്നുള്ളി 5-6 ചുവന്നുള്ളിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ചെറിയൊരു 3-4 വെളുത്തുള്ളി, പിന്നെ അല്പം ജീരകം. ഇത്രയാണ് നമ്മൾ അരപ്പിലേക്കായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിരുന്നത്. നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പീച്ചാമ്പൊടിയിലേക്കായിട്ട് നമ്മൾ ആ എടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി
നമ്മൾ കോഴിക്കോട്ടയിലേക്ക് എടുത്തു വെച്ച കോഴിക്കോട്ടയുടെ അരിപ്പൊടിയുടെ ലേശം ബാക്കി ഉണ്ടായിരുന്നതാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത്. ഇത് 250 ഗ്രാമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അതിലേക്കായിട്ട് ഇപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ അരയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി. നാളികേരം, ചുവന്നുള്ളിയും അല്പം വെളുത്തുള്ളി, പിന്നെ ജീരകം അതൊന്ന് ക്രഷ് ചെയ്തതാണ്. അത് നമുക്ക് നന്നായിട്ട് ഒന്ന് തിരുമ്മി കൊടുക്കാം. നമുക്ക് ഞാനിതിലേക്ക് അല്പം നമ്മൾ ഉപ്പിട്ടിട്ട് തിളച്ച വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് അല്പം ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മൾ അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഉരുളകളാക്കിയിട്ട് നമുക്കത് നന്നായിട്ട് കുഴച്ച് വെക്കാം. നമുക്കതൊരു ഉരുളയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കയ്യിൽ വെച്ചിട്ട് നമുക്കത് പീച്ചാമ്പൊടി പോലെ ആക്കിയിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പീച്ചാമ്പൊടിക്ക് കുഴച്ച് വെച്ചത് നമ്മൾ അത് ഒരു കയ്യിൽ ഇങ്ങനെ ചെറിയൊരു ബോൾ എടുക്കുക. ഇത് നമ്മൾ ഇങ്ങനെ ആക്കുക. ഇതാണ് നമ്മൾ പീച്ചാമ്പൊടി. ഇതൊന്ന് നമ്മൾ പ്രസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ പീച്ചാമ്പൊടി, ബാക്കിയുള്ള പൊടിയിൽ നമ്മൾ പീച്ചാമ്പൊടി കുറച്ച് ഉണ്ടാക്കുന്നുണ്ട്. ഇത് നമുക്ക് ആവി കയറ്റിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതും അതും ഒരുമിച്ച് നല്ല ടേസ്റ്റാണ്.